നിജേഷ്, ഇതിൽ പ്രതിപക്ഷത്തിന് വലിയ നിരാശ പകരുന്നതായി മാറി. വളരെ ഉത്തരവാദിത്തത്തോടെ സർക്കാരിൻ്റെ മദ്യനയം വിശദീകരിച്ച് അതിലെ പാരഗ്രാഫുകൾ ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ മദ്യനയം, അത് 2023-24 മദ്യനയം, അത് എന്നോ തന്നെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. ഇതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് ഇതിൽ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ആ ആക്ഷേപത്തെ, ആരോപണത്തെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കി. ഇന്ന് സഭയിൽ ഈ വിഷയം ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ, മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം ഇതിൽ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ മുന പണ്ടേ ഒടിഞ്ഞതല്ലേ, പല ഘട്ടങ്ങളിലായി ഒടിഞ്ഞു പോയതുമല്ലേ നിജേഷ് അരവിന്ദ്? ആശ്വസിക്കേണ്ടവർക്ക് ആശ്വസിക്കാം, സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം, മറുപടിയായി എന്ന് വിശ്വസിക്കുന്നവർക്ക് മറുപടിയായി എന്ന് സംതൃപ്തിയടയാം. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് നേരത്തെ കണ്ട സമരങ്ങൾ അത് ജലത്തിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടായിരുന്നു. സമാനമായ വിഷയം തന്നെയാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ ഒയസിസ് കമ്പനി കൊണ്ടുവരാൻ പോകുന്ന ബ്രൂവറി വ്യവസായവുമായി ബന്ധപ്പെട്ടും ഉള്ളത്. പ്രതിപക്ഷം ഈ പറഞ്ഞ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം മറുപടി സഭയിൽ ഉത്തരവാദിത്വത്തോടെ പറയുന്ന ഒരു സർക്കാരിൻ്റെ വിശദീകരണം ഒരു നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്. അതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ജലചൂഷണത്തിൻ്റെതായ ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്നും അക്കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ട് വരുന്നതോടെ പ്രതിപക്ഷത്തിന് എന്ത് നിലയിൽ അതിൽ പിടിച്ചു നിൽക്കാനാകും? മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അനുമതിയും കരാറുമാണ്. അതിലടക്കം ജലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതളവിലാണ് അവർ ജലം കണ്ടെത്തുന്നത്, എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ അതിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ പ്ലാച്ചിമട സമരത്തിൻ്റെ ഒരു പാലക്കാടൻ അനുഭവത്തെ വെച്ച് കാടടച്ച് വെടിവെക്കാൻ പ്രതിപക്ഷം തുനിഞ്ഞാൽ എത്ര നാൾ പറ്റും? ഇന്ന് അവസാനിച്ച CPIM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ ഇതൊരു വിഷയമായിട്ടുണ്ട് എങ്കിൽ അതിലെ പ്രതിനിധികൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് നമ്മൾക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് സ്വാഭാവികമാണ്, അത് ശരിയാണ്, നിജേഷ് പറഞ്ഞ കറക്റ്റാണ്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളും വന്നേക്കാം, അങ്ങനെ പറയാൻ കഴിയൂ. കാരണം ഞാനോ താങ്കളോ അതിലുണ്ടായിരുന്നില്ല, ആ സമ്മേളന രീതി അങ്ങനെയാണ്. പക്ഷേ നിയമസഭയിൽ അതല്ല. നിയമസഭയിൽ ഈ നാട് മുഴുവൻ കണ്ടതാണ്. നന്ദിപ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വളരെ വ്യക്തമായ മറുപടി ഈ നാടിന് മുമ്പിലുണ്ടല്ലോ. അതിനെ ആധാരമാക്കിയാണല്ലോ പ്രതിപക്ഷം പുതിയ വാദം ഉന്നയിക്കേണ്ടത്. ഏതർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാദത്തെ നിരാകരിക്കണം എന്ന് നാടിനോട് പ്രതിപക്ഷം പറയേണ്ടത് അതിനാണല്ലോ, അങ്ങനെയാണല്ലോ പറയേണ്ടത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് 2023 മദ്യനയത്തിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ബ്രൂവറിക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് പൂട്ടുന്ന സ്കൂളുകളല്ല, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളുകളാണ്, ബാറുകളല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പിണറായി വിജയൻ ഭരണകൂടം വന്നിട്ടുള്ളത്. ഓരോ ഇന്ന് വന്നിരിക്കുന്ന പുതിയ മദ്യനയവും പുതുതായി തുറക്കാൻ പോകുന്ന മദ്യശാലകളും ഒക്കെ വെച്ചുകൊണ്ട് ആ വാക്കിനെയും നമ്മൾക്ക് വിലയിരുത്താമല്ലോ. അതിലേക്ക് പോയാലും ആ വാദത്തിലേക്ക് പ്രതിപക്ഷം പോയാലും പ്രതിപക്ഷത്തിന് ദോഷമല്ലേ സംഭവിക്കൂ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, ആ സ്കൂളുകൾ അടച്ചുപൂട്ടിയ സ്കൂളുകൾ അടക്കം തുറന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വെച്ചൊരു സർക്കാരിന് ഒരു അബ്കാരി നയം, അബ്കാരി ബിസിനസ് ഈ നാട്ടിലുള്ള, അത് UDF ഭരിച്ചാലുണ്ട് LDF ഭരിച്ചാലുമുണ്ട്. അബ്കാരി നയം വളരെ ട്രാൻസ്പെറൻ്റായി ഈ നാടിന് മുമ്പിലുള്ളതാണ്. എത്രയോ കാലം മുമ്പ് അവതരിപ്പിച്ച് തീരുമാനിച്ച കാര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചൊരു മന്ത്രിസഭയ്ക്ക് പ്രവർത്തിക്കാനും അതിൻ്റെ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങളാകെ പരിശോധിച്ചു പോകാനും ഒരു മന്ത്രിസഭയ്ക്ക്, ഒരു നാട് ഭരിക്കുന്ന സർക്കാരിന് അവകാശമുണ്ടല്ലോ. അതുമാത്രമല്ലേ എക്സർസൈസ് ചെയ്തിട്ടുള്ളൂ. അവിടെ എവിടെയാണ് നിങ്ങളുടെ ഈ കാടടച്ചുള്ള ആക്ഷേപം നിലനിൽക്കുക നിജേഷ്? ശരത്ത്, CPIM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ചില സമരങ്ങൾ നടത്തുന്നുണ്ട്. ആ സമരങ്ങളിൽ പറയുന്ന കാര്യം, കേരളത്തിലെ എല്ലാ വ്യവസായ രംഗവും അദാനിക്കും അംബാനിക്കും തീരെഴുതുന്നു എന്നാണ്. ഏത് തരത്തിലുള്ള നയം വന്നു കഴിഞ്ഞാലും ആ നയത്തിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് അദാനിയാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യ രാജ്യത്തെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ആ സിമന്റ് കമ്പനികൾ, അതിന് 3 മാസം മുമ്പാണ് ഇന്ത്യയിലെ എല്ലാ സിമന്റ് കമ്പനികളും അദാനി വാങ്ങിയിട്ടുള്ളത്. സമാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമാനമായ ഒരവസ്ഥ തന്നെയാണ് കേരളത്തിൽ വരുന്നത്. നിങ്ങൾ 2023 മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒയസിസ് എന്ന് പറയുന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട, ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാക്കപ്പെട്ട പഞ്ചാബിലെ
ഒരുപാട് മലിനീകരണ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടേണ്ടി വന്ന ആ കമ്പനിക്ക് ഇവിടേക്ക് വരാനുള്ള അവസരം ആര് ഉണ്ടാക്കി കൊടുത്തു? എന്തുകൊണ്ട് മറ്റു ആളുകൾ താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ മദ്യനയത്തെ അറിയുന്നില്ല? ഒയസിസ് കമ്പനിയുടെ 2 വർഷമായി ശ്രീ എം പി രാജേഷിന്റെ കൈവശമുള്ള ഈ കമ്പനിയുടെ ഒപ്പുവെക്കൽ ഈ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് തന്നെ എങ്ങനെ വന്നു? ഇതൊരു സുതാര്യമായ കാര്യമാണ് എങ്കിൽ വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ എം പി രാജേഷിന് പറയാമല്ലോ, പിണറായി വിജയന് പറയാമല്ലോ, ഞങ്ങളുടെ മദ്യനയം ഇതാണ്, നിങ്ങൾക്ക് ഏത് കമ്പനികൾക്ക് വേണമെങ്കിലും ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങാനുള്ള നയം ഞങ്ങളുടെ മദ്യനയത്തിലൂടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കാമല്ലോ, ക്ഷണിക്കാമല്ലോ. ഇനി 2, നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ കൃത്യമായ മറുപടി വന്നാൽ മതിയോ? എലപ്പുള്ളി പഞ്ചായത്ത്, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ റെഡ് സോൺ ആണ്. റെഡ് സോൺ ഈ 26 ഏക്കറിനകത്ത് നെൽവയലുകളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന 1600 നെല്ലുൽപാദിപ്പിക്കുന്ന കോഴിക്കോട് പഞ്ചായത്തിൽ ഒന്നാണ് എലപ്പുള്ളി പഞ്ചായത്ത്. തീർന്നില്ല. കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിനുള്ള അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഈ എലപ്പുള്ളി പഞ്ചായത്താണ്. എല്ലാ വേനൽക്കാലമല്ല, ഈ മാസം മുതൽ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്ന സ്ഥലമാണ് എലപ്പുള്ളി പഞ്ചായത്ത്. 3000 വാട്ടർ കണക്ഷനുകൾ കൊടുക്കാൻ ഇപ്പോഴും പണി പൂർത്തീകരിക്കാത്ത ഇടമാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇന്നും ആളിയാറിൽ നിന്ന് കിട്ടുന്ന ടാങ്കിന്റെ പണി പണമില്ല പൂർത്തീകരിക്കാത്തതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നാടിന്റെ വികാരത്തെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ, നിയമസഭയിൽ ജയിച്ചു എന്ന് കുറെ ആളുകൾ ചേർന്ന് നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്ലാച്ചിമടയിലെ പെപ്സിയുടെ സമരത്തിന്റെ കാലത്തിലേക്ക് തന്നെയാണ്. ഇവിടെ ലാൽകുമാർ താങ്കളിലേക്ക് വരാൻ, നിജേഷ് ഞാൻ വരാം.